Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓൾട്ടോ ആണ്. ജനകീയ വാഹനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെയിൽ പോയിക്കൊണ്ടിരുന്നതും ആയിട്ടുള്ള വാഹനമാണ് ഈ ഒരു ഓൾട്ടോ. അപ്പോൾ ഓൾട്ടോൻ്റെ ഏറ്റവും നല്ല മോഡൽ ഇറങ്ങിയിരിക്കുന്ന ടൈമാണ് ഈ ഒരു 2007, 8, 9, 10 ആ ടൈമിലാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാക്കി കിടക്കുന്ന ഈ വാഹനം വെച്ചാൽ ഇത് 2010 മോഡലാണ്. 10 മോഡൽ LXI വാഹനമാണ്, സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ഇതിൻ്റെ എടുത്തു വേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കമ്പനി സർവീസ്, ഈ അടുത്ത് വരെ ഫുൾ കമ്പനി സർവീസ് വരുന്ന വാഹനമാണ്. പിന്നെ നല്ലൊരു സ്ഥാനത്ത്, അല്ലെങ്കിൽ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വാഹനം കൂടിയാണ്. വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഒരു ബോഡി ഒരു പ്രശ്നമില്ലാത്തൊരു വാഹനം കൂടിയാണ്. 4 കണ്ടീഷൻ ടയേഴ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. LXI ആയതുകൊണ്ട് തന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനമാണ് നമ്മൾ കാണാൻ പോണ. ഇൻറ്റീരിയർ എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇൻറ്റീരിയർ കണ്ടേക്കണം, കാരണം എവിടെയൊക്കെ എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൾട്ടോ LXI കണ്ടു വരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ഓൾട്ടോ LXI ആണ്. അപ്പോൾ വാഹനം നിങ്ങൾക്കൂടെ കാണാം. ഈ വാഹനത്തിന് കുറച്ച് ചെറിയ പ്രത്യേകതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ സിംഗിൾ ഓണർ വാഹനത്തിന് മാത്രമല്ല, ഇത് ഒരു റെപ്യൂട്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളുടെ വണ്ടിയും കൂടിയാണ്. വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ വാഹനത്തിന് എവിടെ നോക്കിയാൽ നമുക്കൊരു ക്വാളിറ്റി അറിയാൻ പറ്റും. നമ്മൾ വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റിയും ടയറും കാര്യങ്ങളൊക്കെ നോക്കി അറിയാം. അതിൻ്റെ ഓണർ എത്ര ശതമാനം വാഹനം ക്ലിയറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചെറിയ റെഡ് കളറിൽ വന്നിരിക്കുന്ന വാഹനമാണ്. വളരെ നീറ്റായിട്ട് LXI ആണ്. അപ്പോൾ പിന്നെ അറിയാം, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ലിഡും കാര്യങ്ങളും നോക്കാം. ഫുള്ള് വീഡിയോ കാണിക്കുന്നുണ്ട്, ക്ലോസ് ലുക്കും കാര്യങ്ങളും തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. വളരെ ക്വാളിറ്റി നിറഞ്ഞ ഒരു LXI ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വന്നാലും വാഹനം നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ നമുക്ക് ഇനി വീലാർസിലേക്കും ടയർ കണ്ടീഷനിലേക്കും പോയേക്കാം. ക്വാളിറ്റിയുള്ള വീലാർസ് നമുക്ക് കൂടെ കാണാം. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. വീൽ കപ്പ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡ് ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കാണാം. ഓക്കെ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെയും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കാണാം. വീലാർസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്ക് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽ കപ്പായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടുണ്ടെങ്കിൽ ഡോർസ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ റണ്ണിങ് ബോർഡ് നോക്കാം. റണ്ണിങ് ബോർഡ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ വീലാർസ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽ കപ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷൻ നോക്കാം. ഉണ്ടോ, ഗ്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമില്ല. കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ട്, അത് നേരത്തെ പറയണം. കാരണം ഈ റോഡ് സൈഡ് കിടക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇന്നലെ വാഷ് ചെയ്യുള്ളൂ. പക്ഷേ പൊടി ശരിക്കും കയറുന്നുണ്ട്. അതിന് പേരാണെങ്കിൽ ഒരു അഴുക്ക് കാണുന്ന ലിഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. LXIയുടെ ബാഡ്ജും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് ഈ സൈഡ് പോർഷൻ ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്യാം. പില്ലേഴ്സൊക്കെ ഓക്കെയാണ്. 2 ഡോറും നീറ്റായിട്ടേക്കും ഡോർസും കൊടുക്കണം. ഓക്കെ, നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഇവിടെ ഡോർ പാഡ്സ് ഓക്കെയാണ്, നീറ്റായിട്ടിരിക്കുന്നു. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ ഉണ്ടോ, സീറ്റ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ സീറ്റ്സാണ്. വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന ഡാഷ്ബോർഡ്സ് കൂടെ കാണാം. ഇവിടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് എത്രയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 1,15,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. കീപ്പ് അവൈലബിൾ അല്ലാതെ ഞാൻ ജസ്റ്റ് ഓണായി കാണിച്ചിട്ടായിരുന്നു. ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കാണാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. മാനുവൽ ഗിയർ സിസ്റ്റം കൂടെ കാണാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ സീറ്റ്സ് കാണാം. റിയർ സീറ്റ്സ് നോക്കാം. കേട്ടോ, റൂഫായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡ് എന്താണ് അവസ്ഥ ജസ്റ്റ് നോക്കുക. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ
ഇവിടെ സീറ്റ്സൊക്കെ ഉണ്ടോ, നല്ല നീറ്റായിട്ടൊക്കെ സീറ്റ്സും കൂടെ കാണാം. സ്റ്റിച്ചിങ്ങൊക്കെ ഓക്കെയാണ്. ലെഗ് റൂം ആയാലും ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ലിഡും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്താണ് അവസ്ഥ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓൾട്ടോൻ്റെ ഒരു എൻജിൻ റൂം. വളരെ നീറ്റായിട്ട് എൻജിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. പേസ്റ്റിങ് നോക്കാം. പേസ്റ്റിംഗ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റ് നമുക്കിവിടെ കാണാം. ഓക്കെ, അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ നോക്കാം, എഡ്ജസ് നോക്കാം, ഇവിടുത്തെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലോക്കൊന്ന് ഓപ്പൺ ചെയ്യണം. പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓൾട്ടോൻ്റെ ആ ഒരു എൻജിൻ റൂം. ഇത് പഴയ സീറ്റിൻ്റെ കവറൊക്കെ കിടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ നോക്കാം. പ്ലാറ്റ്ഫോമൊക്കെ വളരെ നീറ്റായിരിക്കും. പ്ലാറ്റ്ഫോമൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ടയർ നോക്കിയേക്കാം. ടയർ ഗ്രിപ്പ് കുറവാണ്, മോട്ടോർ ടയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു എഡ്ജസ് നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും നോക്കാം. ലോവർ പോർഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓൾട്ടോ കണ്ടു കഴിഞ്ഞു. നല്ല നീറ്റ് വാഹനമാണ് അല്ലേ. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സും കിലോമീറ്റേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,48,000 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തുകൊണ്ട് നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.